സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നഗരത്തിലെ 25 വേദികളിലായി നമ്മുടെ കൗമാര കേരളം അവരുടെ പ്രതിഭാവിലാസം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, പല വിധത്തിലുള്ള കഴിവുകളുള്ള പ്രതിഭകളാണ് ഇവിടെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. അക്കൂട്ടത്തിലാണ് SSFൻ്റെ സാഹിത്യോത്സവ പ്രതിഭയായ കാരന്തൂർ മർക്കസിലെ 8ാം ക്ലാസ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹസനുൽ ബസരിയെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം അറബിക് പദ്യം ചൊല്ലലിൽ A ഗ്രേഡ് നേട്ടവുമായിട്ടാണ് ഹസനുൽ ബസരി നമുക്ക് മുന്നിലെത്തുന്നത്. ബസരി, അപ്പോൾ അറബിക് പദ്യം ചൊല്ലലിലാണ് ഇത്തവണ ആദ്യമായിട്ട് മത്സരിക്കുന്നു, A ഗ്രേഡ് ലഭിക്കുന്നു. ആദ്യത്തെ മത്സരമാണ്, 8ാം ക്ലാസ്സിലാണ് മത്സരിക്കുന്നത്. എന്താണ് ആദ്യമായിട്ട് A ഗ്രേഡ് നേടാനായപ്പോൾ തോന്നുന്നത്? സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. പിന്നെ അടുത്ത വർഷങ്ങളിൽ ഉഷാറാക്കണം. പിന്നെ മോന് SSFൻ്റെ സാഹിത്യോത്സവിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജേതാവാണല്ലേ? കഴിഞ്ഞ വർഷം മാപ്പിളപ്പാട്ടിൽ മദ്ഹ് സോങ്ങിലായിരുന്നു മത്സരം. അതിനു മുമ്പത്തെ വർഷം 2023 മാപ്പിളപ്പാട്ടിൽ ജേതാവായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മാപ്പിളപ്പാട്ടിൽ പരിശീലനം നേടുന്നുണ്ടോ? സാറ് നൗഫൽ സാറ് മലപ്പുറം പരിശീലനം. എത്രാമത്തെ വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട് മാപ്പിളപ്പാട്ട്? 5ാം ക്ലാസ് മുതലേ സാറ് പരിശീലനം നൽകണേ. മാപ്പിളപ്പാട്ടിന്റെ സാറാണ്. 5ാം ക്ലാസ് മുതൽ എന്ന് പറയുമ്പോൾ UP തലത്തിലൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. പങ്കെടുത്തു. പിന്നെ UP തലത്തിലൊക്കെ ജില്ലാതലങ്ങൾ മത്സരം ഉണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് തവണ എത്തിയിട്ടുണ്ടോ? A ഗ്രേഡിന്റെ ജില്ല വരെ ഉള്ളു UP. അപ്പൊ A ഗ്രേഡ് ഉണ്ടായി. ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്? മാപ്പിളപ്പാട്ട്, ഉറുദു പദ്യം, അറബി പദ്യം, പിന്നെ ദഫ്, അറബനമുട്ട്, എല്ലാ ഇതിലും A ഗ്രേഡ് ഉണ്ട്. ഇനി ജില്ലാതലത്തില് ഇപ്പം സ്റ്റേറ്റ് തലത്തിലേക്ക് ആദ്യത്തെ വർഷമാണിത് അറബി പദ്യം. അപ്പൊ നമുക്ക് ആദ്യം അറബി പദ്യം ഒന്ന് കേൾക്കാം. في ليال تظلم في أرضنا في الحزن نسبح في بحرنا تذرف الدموع تملأ كالبهور تربط القلوب أمواج دنا ترفع سيحات من طيورنا ترعد الجبال من أنواهنا نادرات في الجوانب تظهر ندرس دروس منها بينا درس الأفيال من عجوزة في زوايا الآفة متفتنا. ഈ അറബി പദ്യത്തിന്റെ പ്രമേയം എന്താണ്? വയനാട്ടിലെ ദുരന്തത്തിന് പറ്റിയിട്ടാണ്. അതിന്റെ അവിടെ നടന്ന ആനനോട് സംസാരിച്ചതൊക്കെ. ആനയോട് അവിടെ ദുരിതത്തിൽപ്പെട്ട ആളുകൾ സംസാരിക്കുന്നതാണ് വിഷയം. ആരാണ് ഇതിന് രചന നിർവഹിച്ചത്? രചന മൊയ്തു വാണിമൽ സാറാണ് രചന നടത്തിയത്. ഇതിപ്പം ഈ മത്സരത്തിന് വേണ്ടി മോന് വേണ്ടി മാത്രം എഴുതിയ പദ്യമാണോ? അതെ അതെ അതെ. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ കൂടി പങ്കെടുക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് കൂടി കേൾക്കാം. ಬಂದಾರ ಪೆಂಡುಡಲ್ ಬಿಂಡಿಡು ಬಂಡರ ಬಿಂಡಲ ಪೊಂಗಿಡು ಬಂಗಿಶ ಬಿಂಗಿಡು ಬಿಂದರು ಹಿಂದವಳ ಹಾಲೇ ബന്ദറിൽ ബന്തളം ബിന്ദവും വാ ഇതിൽ സത്യമാലെ സച്ചര മേലെ പതച്ച് പുളച്ചു ഹദാകെ പടച്ച് പൊരുട്ടുകൾ പൂകി ജബർനോടി ജബൻ കോടി ജബൽ ചാടി വഹ്ഷോടി ബദറപ്പട ചിറ്റിയ ജദ്ദുടലമ്മിനമർത്തിയ ചിത്തമിൽ ചെതർപുരം തകജോളും തലങ്കർ ദോളബിടും തകുണി പൊന്തും തുരപക ചിന്തും ചാട്ടുൽ ബദൻക്ക് തുളച്ച് ബലിച്ച് പറിച്ച് വാണോർ ഹംസത്തോലി താനോർ ചിങ്ക പൂലി പുകൾ കണ്ടം മെഷുദുര കിണ്ടൻ പിടിയിട വീണ പുലി പരപ്പല പിറപതിപ്പടി പാടാം കി സൗഹൃദാ പാടാം കി സൗഹൃദാ. SSFന്റെ വേദികളിൽ മാപ്പിളപ്പാട്ടിലും മദ്ഹ് ഗാനങ്ങളിലും ആണ് അല്ലേ കൂടുതലായിട്ട്? മദ്ഹ് ഗാനങ്ങൾ മറ്റു വേദികളിലൊക്കെ ആലപിക്കാറുണ്ടോ? ആലപിക്കാറുണ്ട്. ഒരു മദ്ഹ് ഗാനം കൂടി ആവാം. പാൽനില പോൽ വർണ്ണമല്ലേ
തിങ്കള് പാലിനേക്കാൾ ശോഭയാണോ തങ്ങള് കണ്ടവർ പറയുന്നതല്ലേ കേട്ടത് തിങ്കൾ തോൽക്കും തങ്കമായെന്നുള്ളത് തിങ്കൾ തോൽക്കും തങ്കമായെന്നുള്ളത് സ്നേഹമില്ല കരുതലിൽ അലിഞ്ഞു പോയി സ്നേഹമാൽ കോർത്തുള്ള വാക്കും ഓർത്തു പോയി വാനലോകം വാഴ്ത്തിടും ത്വാഹാ റസൂൽ വാനമിൽ സ്വലാത്തിലായി മാലാഖകൾ മാലാഖകൾ. ഓക്കെ, നന്നായിട്ട് പാടി. അപ്പോൾ പിന്നെ ബസരിയുടെ പരിശീലകൻ കൂടിയാണ് നൗഫൽ മാഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നൗഫൽ മാഷ് ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. മോൻ നേരത്തെ തന്നെ വിവിധ മത്സരങ്ങളും ജില്ലാതലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് വിലയിരുത്തുന്നത്? നന്നായി പാടാനുള്ള കഴിവ് കുട്ടിക്കുണ്ട്. 5ാം ക്ലാസ്സിലെത്തിയ സമയത്ത് അല്പം ഒരു ശ്രുതിയും താളമൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി പരിശീലനം കൊടുക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് കുട്ടി നന്നായി മികച്ചു വരുന്നുണ്ട്. 6ാം ക്ലാസ് പഠിക്കുമ്പോഴും 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ജില്ലാ ലെവലിൽ സ്കൂൾ കലോത്സവത്തിലും സാഹിത്യോത്സവ സംസ്ഥാന തലത്തിലൊക്കെ മത്സരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രൈസ് വാങ്ങിയിട്ടുമുണ്ട്. നല്ല പരിശീലനം കൊടുക്കുന്നത് പരിശീലനം അനുസരിച്ച് മികവ് കാണിക്കുന്നുണ്ട്. നല്ല വിദ്യാർത്ഥിയാണ്. ഇപ്പൊ സ്കൂളിൽ 8ാം ക്ലാസ്സിലാണ് ഇപ്പം പഠിക്കുന്നത്. നേരത്തെ തന്നെ മർക്കസിലാണോ പഠിച്ചതൊക്കെ? 5ാം ക്ലാസ് മുതൽ മർക്കസിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ കുട്ടി മർക്കസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇതുപോലെ ഇപ്പോൾ സാഹിത്യോത്സവ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഇതുപോലെ മാഷ തന്നെയാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുള്ളത്. എങ്ങനെയാണ്, പുതിയ പാട്ടുകളൊക്കെയാണോ സെലക്ട് ചെയ്യാറ്? നല്ല രചയിതാക്കളായ ആളുകളെ കയ്യിൽ നിന്ന് നല്ല പാട്ട് വാങ്ങിക്കും, അതിന് കമ്പോസ് ചെയ്ത് പഠിപ്പിക്കും. അപ്പോൾ അസനുൽ ബസരിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.